പിറന്നാൾ ദിനത്തിൽ പ്രിയപ്പെട്ട മകളുടെ വിയോഗ വാർത്ത അറിഞ്ഞതിന്റെ നടുക്കത്തിലാണ് കോയിവിളയിലെ അതുല്യ ഭവനം. മകൾക്ക് വേണ്ടി ക്ഷേത്രത്തിൽ പോയി പൂജ നടത്തണമെന്ന് കരുതിയിരിക്കുമ്പോഴാണ് മരിച്ച വിവരം അറിയിച്ച് ഇളയ മകളുടെ ഫോൺ വിളി എത്തിയത്. തലേന്നു രാത്രി മകൾ ആരാധ്യയോടും മാതാപിതാക്കളായ രാജശേഖരൻ പിള്ളയോടും തുളസിഭായിയോടും അതുല്യ ഫോണിൽ സംസാരിച്ചിരുന്നു. അതുല്യയുടെ മകൾ ആരാധ്യ സ്കൂളിൽ പോയ ശേഷമാണ് വീട്ടിലേക്ക് മരണവാർത്ത എത്തിയത്. വൈകിട്ട് തിരികെ എത്തിയ ആരാധ്യയെ അമ്മയുടെ വേർപാട് അറിയിക്കാതെ സമീപത്തെ ബന്ധുവീട്ടിലേക്ക് മാറ്റുകയായിരുന്നു. ഞായറാഴ്ച വൈകിട്ട് വരെ അമ്മ മരിച്ച വിവരം മകളെ അറിയിച്ചിരുന്നില്ല. കുഞ്ഞുനാൾ മുതൽ അതുല്യയോട് കാണിക്കുന്ന ക്രൂരതകൾ കണ്ടിട്ടുള്ളതിനാൽ പിതാവ് സതീഷിനെ എന്നും ആരാധ്യയ്ക്ക് ഭയമായിരുന്നു. യുഎയിലെ മാളിൽ പുതിയതായി ജോലിക്ക് കയറാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അതുല്യ. ജോലിക്ക് പോകാനായി പുതിയ വസ്ത്രങ്ങളും വാങ്ങിയിരുന്നു. എന്നാൽ പുതിയ ജോലി മോഹിച്ച് കാത്തിരുന്ന അതുല്യ മരിച്ച വിവരം ഇപ്പോഴും ഉറ്റവർക്ക് ഉൾക്കൊള്ളാനായിട്ടില്ല. 2 ദിവസങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ ശനിയാഴ്ച പുലർച്ചെയാണ് ഷാർജയിലെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ അതുല്യയെ കണ്ടെത്തിയത്. അതുല്യയുടെ മരണത്തിൽ ദുരൂഹത സംശയിച്ച് സഹോദരി അഖിലയും ഭർത്താവ് ഗോകുലും ഷാർജ പോലീസിൽ പരാതി നൽകി. അതുല്യ ആത്മഹത്യ ചെയ്യില്ലെന്നും മരണം കൊലപാതകമാണെന്നും കുടുംബം പറഞ്ഞു. ഭർത്താവ് സതീഷ് അതുല്യയെ തുടർച്ചയായി ഉപദ്രവിച്ചതിന്റെ തെളിവുകളായി വീഡിയോകളും ചിത്രങ്ങളും പോലീസിന് കൈമാറി. ഇന്നലെ മുതൽ ജോലിക്ക് പോകേണ്ട എൻ്റെ മോളാണിപ്പോൾ മരിച്ചു കിടക്കുന്നത്. ഒരു ജോലിക്കും അവൻ വിടില്ലായിരുന്നു. പല കാരണങ്ങൾ പറഞ്ഞ് ഒഴിവാക്കും. ഒരു ജോലി കിട്ടിയ ശേഷം ബന്ധം വേർപിരിയാമെന്നും കുഞ്ഞിനെ നോക്കി ജീവിക്കാമെന്നായിരുന്നു മോളുടെ ചിന്ത. എല്ലാം ഇല്ലാതായി. അതുല്യയുടെ അച്ഛൻ എസ് രാജശേഖരൻ പിള്ള ദുഃഖത്തോടെ പറഞ്ഞു. 1 വർഷം മുൻപ് താൻ ഷാർജയിലുള്ള സമയത്ത് സതീഷ് മർദ്ദിക്കുന്നുവെന്ന് കാണിച്ചുകൊണ്ട് മകൾ വിളിച്ചു വരുത്തിയിരുന്നതായി രാജശേഖരൻ പിള്ള പറഞ്ഞു. അന്ന് മകളെ ഇറക്കിക്കൊണ്ടുവന്നു. ഇനി അവന്റെ കൂടെ താമസിക്കരുതെന്നും ഇങ്ങനെ മുന്നോട്ട് പോകരുതെന്നും പറഞ്ഞിരുന്നു. സതീഷിന്റെ ജോലിയും മറ്റും നഷ്ടപ്പെടുത്തേണ്ടെന്ന് കരുതിയാണ് ഷാർജയിൽ വച്ച് പരാതി നൽകാതിരുന്നത്. പിന്നീട് അതുല്യ താമസിച്ചിരുന്ന ഇടത്തുനിന്ന് കരഞ്ഞു കാലു പിടിച്ചാണ് അതുല്യയെ വീണ്ടും സതീഷ് കൂടെ കൊണ്ടുപോയത്. അന്ന് പരാതി നൽകുകയോ മറ്റോ ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് എൻ്റെ മോൾ കൂടെ ഉണ്ടാകുമായിരുന്നുവെന്ന് അച്ഛൻ പറഞ്ഞു. വിവാഹം കഴിഞ്ഞ നാൾ മുതൽ അതുല്യയ്ക്ക് സമാധാനവും സ്വസ്ഥതയും ഉണ്ടായിരുന്നില്ലെന്നും മദ്യത്തിന് അടിമയായിരുന്ന സതീഷ് നിരന്തരം മകളെ ഉപദ്രവിക്കാറുണ്ടായിരുന്നുവെന്നും മാതാപിതാക്കൾ പറഞ്ഞു. ആദ്യം ചെറിയ രീതിയിലുണ്ടായിരുന്ന മദ്യപാനം പിന്നീട് സ്ഥിരമായപ്പോഴാണ് ഉപദ്രവം തുടങ്ങിയത്. അതുല്യ വിദേശത്ത് എത്തിയതിനു പിന്നാലെ അവൾക്ക് ചില സ്ഥലങ്ങളിൽ ജോലി കിട്ടിയിരുന്നു. എന്നാൽ അതിനൊന്നും പോകാൻ സതീഷ് അവളെ അനുവദിച്ചിരുന്നില്ല. നേരത്തെ ഇരുവരും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായതിനു പിന്നാലെ കോടതി വരെയൊക്കെ കേസ് എത്തുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് അവർ അതെല്ലാം സംസാരിച്ച് പരിഹരിക്കാമെന്ന് പറഞ്ഞ് ഒന്നിക്കുകയായിരുന്നു. അതുല്യ ആത്മഹത്യ ചെയ്യില്ലെന്ന് സഹോദരി അഖില പറഞ്ഞു. ഇതേ നിലപാട് തന്നെയാണ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോൾ അതുല്യയുടെ ഭർത്താവ് സതീഷും പറഞ്ഞത്. അതുല്യ മരിച്ച ശേഷം ഫ്ളാറ്റിലെത്തി നോക്കുമ്പോൾ കാലുകൾ നിലത്ത് ചവിട്ടാവുന്ന നിലയിലായിരുന്നുവെന്ന് ഭർത്താവ് സതീഷ് തന്നെ പറഞ്ഞിട്ടുണ്ട്.